ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാകിസ്ഥാൻ എന്നൊരു രാജ്യം കൂടെ ഉണ്ടായി. മുഹമ്മദ് അലി ജിന്നയുടെ ആഗ്രഹപ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള മുൻതൂക്കമുള്ള ഒരു രാജ്യം കൂടെ ഉണ്ടായി, പാകിസ്ഥാൻ. ഈ രണ്ട് രാജ്യമുണ്ടായപ്പോൾ അതിർത്തി പ്രദേശത്ത് പഞ്ചാബ്, കാശ്മീർ അതിർത്തി പ്രദേശങ്ങളിൽ കുറച്ച് സ്ഥലങ്ങൾ രണ്ട് കൂട്ടർക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ചാബ് അങ്ങനെ രണ്ട് കൂട്ടർക്കും ഉള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന കാശ്മീർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇന്ത്യ ഓക്കുപ്പൈഡ് കാശ്മീരുമുണ്ട്. ഇങ്ങനെ രണ്ട് സ്ഥലമുണ്ട്, അത് അതിർത്തിയാണ്. ഈ അതിർത്തിയിൽ ജെൻസി നേപ്പാളിൽ ഇറങ്ങിയതുപോലെ, ബംഗ്ലാദേശിൽ ഇറങ്ങിയതുപോലെ, അവിടുത്തെ വിപ്ലവങ്ങൾ നടത്തിയതുപോലെ ഇസ്ലാമാബാദ് പാക് അധീന കാശ്മീരിൽ POKയിൽ വളരെ വലിയ തോതിലാണ് ജെൻസി ടീം യുവാക്കൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആഴ്ചകൾക്ക് ശേഷം ആഴ്ചകളായി വളരെ വലിയ പ്രക്ഷോഭമാണ് POKയിൽ നടക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രധാന പ്രശ്നം? അവിടുത്തെ മുതിർന്ന വിദ്യാർത്ഥികളുടെ ഫീസ് വർധന, മൂല്യനിർണ്ണയ പ്രക്രിയ, ഇതിനൊക്കെതിരെയാണ് തുടങ്ങിയത്. വളരെ സമാധാനപരമായിട്ടാണ് സമരം ആരംഭിച്ചത്. പക്ഷേ ഷഹബാസ് ഷരീഫ് സർക്കാരിനെതിരായ പ്രക്ഷോഭമായി അത് വളർന്ന് വളരെ വലിയ പ്രക്ഷോഭമായി മാറി. അത് ഈ മേഖലയിലെ ജെൻസി തലമുറയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തി, മറ്റൊരുപാട് അസംതൃപ്തികളുണ്ട്. മറ്റു രണ്ട് സ്ഥലങ്ങളിലും ഒരിടത്ത് ജെൻസിക്കാർ ബഹളം ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയ തടഞ്ഞപ്പോഴാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ നിയന്ത്രണം കൊണ്ടുവന്നപ്പോഴാണ് ജെൻസി പുറത്തിറങ്ങി ബഹളം ഉണ്ടാക്കിയത്, ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇതാ ഫീസ് വർധനവിനെതിരെ, മൂല്യനിർണ്ണയ രീതികൾക്കെതിരെ വലിയ രീതിയിലാണ് പാക് അധീന കാശ്മീരിൽ ഈ മാസം ആദ്യം ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഏറെക്കുറെ സമാധാനമായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അത് വളരെ വലിയ തോതിൽ മാറി. അജ്ഞാതനായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് നേരെ, അജ്ഞാതനായ തോക്കുധാരി ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവേൽക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ പ്രതിഷേധം അക്രമാസക്തമായി. അപ്പോൾ ഇതിനിടയിൽ ആരോ നുഴഞ്ഞു കയറി ഇതിനെ കലാപം ഉണ്ടാക്കിയതാണ്. കാരണം ഒരു കലാപം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ തീവ്രവാദികൾക്കും മതവാദികൾക്കും ഭീകരവാദികൾക്കും നുഴഞ്ഞു കയറാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ അജ്ഞാതനായ ഒരാൾ കയറി വലിയ കലാപമുണ്ടാക്കി വെടി ഉയർത്തു. അതിൽ വെടിയുയർക്കൻ്റെ വീഡിയോകൾ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് സംഭവം നടന്നതെന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും വീഡിയോയുടെ ആധികാരികതയൊന്നും ഉറപ്പായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും POKയിലെ ജെൻസി പ്രതിഷേധം പ്രദേശത്ത് നടക്കുന്ന വലിയ പ്രക്ഷോഭത്തിന് വഴിത്തിരിവായിട്ടുണ്ട്. പ്രകോപിതരായ വിദ്യാർത്ഥികൾ ടയറുകൾ കത്തിക്കുന്നു, തീ വയ്ക്കുന്നു, നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്. നേപ്പാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള അതേ ജെൻസി വിപ്ലവത്തിൻ്റെ അതുപോലെ തന്നെ മുല്ലപ്പൂ വിപ്ലവം, നേരത്തെ നടന്നിട്ടുള്ള മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ചൈനീസിലെ ടിയാൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തതിൻ്റെ മാതൃകയിൽ വലിയ സ്വാതന്ത്ര്യ മാതൃകയാണ്, അല്ലെങ്കിൽ പ്രതിഷേധമാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ പാക് അധീന കാശ്മീരിൽ നടക്കുന്നത്. മുസാഫറാബാദിലെ ഒരു പ്രമുഖ സർവകലാശാലയുടെ ഫീസ് വർധനവിനെതിരെയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കുമായി പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. പ്രക്ഷോഭം ശക്തി പ്രാപിച്ചതോടെ സർവകലാശാല ഭരണകൂടം ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിച്ചു. അപ്പോൾ വിഷയം മറ്റ് തലത്തിലേക്ക് മാറി. 2024 ജനുവരിയിലും സമാനമായ സമരങ്ങൾ അവിടെ നടന്നു. ഒരു സെമസ്റ്റർ ഫീസിൻ്റെ പേരിൽ ഓരോ 3-4 മാസം കൂടുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയാണ് പിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് ആക്ഷേപമുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരുടെ ശമ്പളം ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതിലൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ സമരം നടക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥികളും പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട്, താഴെയുള്ള കുട്ടികളും. അധ്യയന വർഷത്തിൽ മെട്രിക്കുലേഷനും ഇൻ്റർമീഡിയറ്റ് തലങ്ങളിലും മാർക്കിംഗ് അഥവാ ഡിജിറ്റൽ മൂല്യനിർണ്ണയം സംവിധാനം ഏർപ്പെടുത്തിയെന്നാണ് അവരുടെ പരാതി. അപ്പോൾ ഒക്ടോബർ 30 6 മാസത്തെ കാലത്തിന് ശേഷം POKയിൽ ഇൻ്റർമീഡിയറ്റ് 1ാം വർഷ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രതീക്ഷിച്ചാലും വളരെ കുറഞ്ഞ മാർക്കാണ് കുട്ടികൾക്ക് കിട്ടിയത്. അവർ ഡിജിറ്റൽ എക്സാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ മാർക്ക് വളരെ കുറഞ്ഞു. ഇതും വലിയ ബഹളത്തിലേക്ക് പോയി. മാർക്കിംഗ് സംവിധാനമാണ് ഇതിന് കാരണമെന്ന് അവർ ആരോപിച്ച് ഇൻ്റർമീഡിയറ്റ് കുട്ടികളും സമരത്തിലേക്ക് ഇറങ്ങി. എഴുതാത്ത വിഷയങ്ങളിൽ പോലും വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചു എന്നുള്ള പരാതി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേക്കുറിച്ച് വിശദീകരണമൊന്നും ഉണ്ടാകാത്തൊരു സാഹചര്യവും ഉണ്ടായി അവിടെ. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നടന്ന. ഉത്തരക്കലശ പുനഃപരിശോധന ഫീസ് ഒഴിവാക്കണമെന്നും കുട്ടികൾക്ക് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു വിഷയത്തിന് 1500 രൂപയാണ് ഫീസ്. നോക്കൂ എന്തൊക്കെ രീതിയിലാണ് ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ ജനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ 7 വിഷയങ്ങളും പുനഃപരിശോധന ചെയ്യണമെങ്കിൽ ഏകദേശം 10500 രൂപ നൽകണം. അപ്പോൾ ഒരാളിന് 10000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ തൻ്റെ എല്ലാ വിഷയങ്ങളും പുനഃപരിശോധന ചെയ്യാൻ പറ്റുള്ളൂ, റിവാല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ലാഹോർ പോലുള്ള പാകിസ്ഥാനിലെ മറ്റ് പ്രധാന നഗരങ്ങളിലും ഈ വിഷയം വലിയ ചലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ലാഹോർ പ്രസ് ക്ലബിന് മുമ്പിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹവും
തീപ്പന്തം കത്തിക്കുകയൊക്കെ ചെയ്തു. വിദ്യാർത്ഥികളുടെ പരാതികൾ ഇപ്പോൾ ക്ലാസ് മുറികൾക്ക് പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ വിഷയങ്ങളും എല്ലാം ചേർത്തിട്ട് വലിയ കലാപത്തിലേക്കാണ് പാക് അധീന കാശ്മീരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ വിദ്യാർത്ഥി യുവജന സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബറിൽ നടന്ന വളരെ അക്രമാസക്തമായ പ്രതീക്ഷ മുന്നിൽ നിന്നുണ്ടായിരുന്ന ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിൽ JAAC ആണ് പിന്തുണയാണ് പ്രക്ഷോഭത്തിന് ശക്തി പകരുന്നത്. അപ്പോൾ ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിലിൻ്റെ പിന്തുണയോടുകൂടി നികുതി ഇളവും മാവിനും വൈദ്യുതിക്കും സബ്സിഡി വികസന പദ്ധതികൾ പൂർത്തിയാക്കൽ തുടങ്ങി 30 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ആരംഭിച്ചത്. ഇത് സംഘർഷത്തിൽ 12 സാധാരണക്കാർ ഇതിനിടയെ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ വളരെ ഗുരുതരമായ സാമൂഹ്യ വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. സൈനിക മേധാവി അസിം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൻ്റെ അതിക്രമങ്ങൾ അവർ എങ്ങനെയെങ്കിലും ഇതിനെ അടിച്ചമർത്താനും ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കാനും മറ്റൊരു തരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. പ്രതിഷേധം അത് വലിയ പ്രതിഷേധത്തിനാണ് ഇടവത്. ചർച്ചയ്ക്ക് തയ്യാറല്ല ഗവൺമെൻറ് എന്നുള്ളതാണ് സൂചന. ഈ ഒടുവിൽ ഷെരീഫ് സർക്കാർ വഴങ്ങുകയും പ്രതിഷേധം കരാറിൽ ഒപ്പുകയും ചെയ്തതോടെയാണ് അന്ന് സംഘർഷം അവസാനിച്ചത്. അവരുടെ ചില പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുമില്ല. ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നില്ല. അവിടെ സംഘർഷമാണ് ഉണ്ടാകുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുന്നു. വളരെ വലിയ പ്രതിസന്ധിയാണ് പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് നടന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ രാജ്യത്തെ തകർക്കാനും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കുഴപ്പം വരുത്താനും ഒക്കെ ശ്രമിച്ചതിൻ്റെ ബാക്കി പത്രമായി പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ കലാപവും സംഘർഷമാണ്. ബംഗ്ലാദേശിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലുമൊക്കെ നടന്ന സമാനമായ ഒരുപാട് സമരങ്ങളുണ്ട്. യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ സമരത്തെ അടിച്ചമർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലോകത്തിൽ ആസാമിൽ നേരത്തെ പ്രഫുല്ലകുമാർ മൊഹന്തയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഒരു ഗവൺമെൻറ്റിനെ തന്നെ മറിക്കുകയും അവസാനം പ്രഫുല്ലകുമാർ മൊഹന്ത ആസാമിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം, ജനരോക്ഷമെന്ന് പറയുന്നത് ചെറുതല്ല. അത് ഫീസ് വർധനമാകട്ടെ, അല്ലെങ്കിൽ അശാസ്ത്രീയമായ പരീക്ഷ നടത്തിപ്പാകട്ടെ, തൊഴിലില്ലായ്മയാകട്ടെ, പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാകട്ടെ, സോഷ്യൽ മീഡിയയുടെ അവരെ അവസരം നിഷേധിക്കുന്നതാകട്ടെ, അങ്ങനെ വളരെ വ്യത്യസ്തമായ വളർന്നു വരുന്ന തലമുറയുടെ, അത് ഇൻ്റർമീഡിയറ്റ് ആയാലും കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളായാലും UGക്കാരായാലും അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും ഗ്രാജുവേറ്റ് ആയാലും ഗവേഷകനായാലും, അതായത് വിദ്യാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ യുവജന സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ആശയവും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും തടഞ്ഞുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനും പോകാൻ കഴിയില്ല എന്നാണ് പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി. എന്തായാലും പാകിസ്ഥാനിൽ വെടിവെപ്പും അജ്ഞാതൻ്റെ വെടിവെപ്പും വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രതിസന്ധിയും രാഷ്ട്രീയ പ്രതിസന്ധിയുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ബാക്കി പത്രമായി സിന്ധു നദിയുടെ വെള്ളം കിട്ടാത്തതിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലെ കർഷകരും ഇടത്തരക്കാരും കുടുംബങ്ങളുമൊക്കെ വളരെ സാമ്പത്തികമായും കാർഷികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ, രാഷ്ട്രീയ അസ്ഥിരത്വമുള്ള സമൂഹത്തിൽ, സൈന്യത്തിന് വലിയ മേധാവിത്വമുള്ളൊരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ജൻസികളുടെ സമരം കൂടി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അരാജകത്വവും ജീവിത സുരക്ഷയില്ലായ്മയും സമൂഹത്തിൻ്റെ പിന്നോട്ടടിയും മാത്രമായിരിക്കും ബാക്കി പത്രം. പാകിസ്ഥാൻ രൂപപ്പെട്ട അന്ന് മുതൽ ചാപിള്ള പോലെ കഴിഞ്ഞ 10-70 വർഷക്കാലമായി എന്നും ഇങ്ങനെ തന്നെയാണ് പാകിസ്ഥാൻ. ഒന്നുകിൽ മതത്തിൻ്റെ പേരിലുള്ള സംഘർഷം, അല്ലെങ്കിൽ അന്യരാജ്യങ്ങളെ തകർക്കാനുള്ള സംഘർഷം, ഇതുമല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷം. എല്ലാം കൊണ്ടും എന്നും പാകിസ്ഥാൻ ജനത വീർപ്പുമുട്ടുകയാണ്. അതിലൊരു വിഭാഗം വളരെ സന്തോഷിക്കുന്നതും അല്ലെങ്കിൽ അവർക്കിത് താല്പര്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കൗതുകമായ ആഗോളതലത്തിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയം.